ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇട്ട സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 2019 ലാസ്റ്റൊക്കെ ആയ സമയത്താണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണക്കാരനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അതിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പണക്കാർക്കുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ 2019 ഹിന്ദി യൂട്യൂബ് ചാനൽസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാനൊക്കെ തുടങ്ങിയത്. അന്ന് മലയാളത്തിൽ യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ കീവേഡ് അത്ര പോപ്പുലർ ആയിരുന്നില്ല. കാരണം നമ്മൾ മലയാളത്തിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ വീഡിയോസൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ പിന്നീട് 2020 വന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ അറിയാൻ തുടങ്ങി. അന്നേരം കീവേഡൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ സെർച്ചിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2019 to 2020 ആ ഒരു മാർച്ച് സമയം വരെയൊക്കെ ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽസാണ് കണ്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2020 മാർച്ചൊക്കെ ആയ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് യൂട്യൂബ് ചാനൽസ്, ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയതോടെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് വന്നു. അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫൈനലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീമാറ്റ് അക്കൗണ്ട് എടുത്തു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 എനിക്ക് യൂട്യൂബിൽ നിന്ന് കറക്റ്റായിട്ട് എല്ലാ മാസവും പേയ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പം കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസ ഞാൻ ഫസ്റ്റ് ഇട്ടത് ഒരു 3000 റുപ്പീസാണ്. 3000 റുപ്പീസ് ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമേ അക്കൗണ്ട് എടുത്തത് അപ്സ്റ്റോക്സിലും ജെറോദയിലുമാണ്. പക്ഷേ അപ്സ്റ്റോക്സിലും ജെറോദയെക്കാട്ടി കൂടുതൽ ലിവറേജ് നമുക്ക് നാസ്ത ട്രേഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40x ലിവറേജാണ് ആസ്ത ട്രേഡ് തന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിന് 40 ഇരട്ടി എമൗണ്ട് കൊണ്ട് നമുക്ക് ഈ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ 3000 റുപ്പീസ് ഉണ്ട്, 40x ലിവറേജ് ആകുന്ന സമയത്ത് ഏകദേശം 1,20,000 രൂപയ്ക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3000 റുപ്പീസ് കൊണ്ട് നമ്മൾ 1,20,000 രൂപ വരെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, വാങ്ങാനും വിൽക്കാനും പറ്റും. അങ്ങനെ ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ള ഡീമാറ്റ് അക്കൗണ്ട് എടുത്തു, അതിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇനീഷ്യലി ഒരു 3000 റുപ്പീസ് വെച്ച് ട്രേഡ് ചെയ്തു. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്തത്. ഒരു ദിവസം 3000 രൂപ വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് 1 to 2 വീക്സിനുള്ളിൽ. അപ്പോൾ ആദ്യത്തെ 2 വീക്ക് കഴിയുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നു. ഒരു 5000 റുപ്പീസിന് മുകളിലേക്ക് ക്യാപിറ്റലായി. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് ഭയങ്കര സിമ്പിളാണ്, എളുപ്പം ചെയ്യാം, വലിയ വിഷയമൊന്നുമില്ലാന്ന്. അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും അതിന് എക്സ്ട്രാ ഒരു 1800 രൂപ പോയി, ബാക്കി ഒരു 1200 സംതിങ് എങ്ങാണ്ട് അക്കൗണ്ടിലായി. അങ്ങനെ 1200 രൂപ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് പിന്നെ ആലോചിച്ചു നമുക്ക് എന്താണ് പറ്റുന്നതെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെയും ഒരുപാട് മലയാളത്തിലുള്ള യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ റിസ്ക് റിവാർഡ് എന്താണ്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് മാത്രമല്ല, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രധാനമായിട്ടും മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. അങ്ങനെ പിന്നീട് ഈ റിസ്ക് റിവാർഡൊക്കെ വെച്ചിട്ട് ഒരു 5000 റുപ്പീസ് വെച്ചിട്ട് വീണ്ടും 2020 തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2020 ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ 5000 റുപ്പീസ് വെച്ച് തുടങ്ങി. എന്നാൽ 2020 എൻഡ് ആവുന്ന സമയത്ത് ഏകദേശം ഒരു 50ഓളം ട്രേഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട് 2020. ഓവറാൾ ഒരു ലോസിൽ തന്നെയായിരുന്നു. ഒരു 1700 രൂപ ലോസിലാണ് 2020 ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ 2020 കഴിഞ്ഞ സമയത്ത് ഈ ഒരു 5000 റുപ്പീസ് ഏകദേശം തീരാറായ സമയത്ത് ഒരു 10,000 റുപ്പീസ് ഇട്ട് വീണ്ടും ഇൻട്രാഡേ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം കുറച്ച് നാൾ ട്രേഡ് ചെയ്തപ്പോഴും ഒരു ബ്രേക്ക് ഈവനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക് ഈവനിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രോഫിറ്റിലാവുമെന്നാണ് നമ്മൾ പലയിടത്തായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പം എന്നാലും ഞാൻ അവിടെ വെച്ച് ഇൻട്രാഡേ ട്രേഡിംഗ് ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇൻട്രാഡേ ട്രേഡിംഗ് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞു. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. 2020 മാർക്കറ്റ് ഡൗൺ ആയ ശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയമാണ്. ആ ഒരു ടൈം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് നല്ല കിടിലം ടൈമാണ്. അപ്പോൾ 2021 ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനിഷ്യലി ഞാൻ ഇട്ട ക്യാപിറ്റലിൻ്റെ ഏകദേശം ഒരു 10 ടൈംസ് വരെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു സ്വിംഗ് ട്രേഡിംഗ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് എത്തി. പിന്നീട് വീണ്ടും ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വന്നു. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക്കും റിവാർഡും ഒക്കെ കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തു. അങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്നും ഇൻട്രാഡേ ട്രേഡിങ്ങും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് 2021 ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2021 ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത്രയും വളരെ ചെറിയൊരു ജേണിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് ലോസ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെക്കാട്ടി കൂടുതൽ പൈസയ്ക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ടാവും. അപ്പോൾ ഒരു യൂട്യൂബർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു മെൻറ്റർഷിപ്പ് പോലെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അവർ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ലോസ് ഒന്നിനെക്കാട്ടി കൂടുതൽ ഒത്തിരി പൈസയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോസിൽ, അതായത് യൂട്യൂബിലുള്ള വീഡിയോസിൽ ഇല്ലാത്ത ഒരു കുന്തവും ഒരു കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു പരിപാടിയാണ്. പലപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ കോഴ്സസ് എടുക്കുന്നത്, ഒരു കോഴ്സ് എടുത്ത് അത് പഠിച്ച് കഴിഞ്ഞിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കും. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇത് വർക്കാവുന്നില്ല എന്നത് അടുത്ത കോഴ്സ് എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ജസ്റ്റ് ഒരു കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു യൂട്യൂബറിൻ്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് മാത്രം മതി. ഇല്ലെങ്കിൽ സെറോദ വാഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നോക്കി പോകരുത് എന്നുള്ളതാണ്. ഞാൻ ഇനീഷ്യൽ സമയങ്ങളിൽ ചെയ്തിരുന്നത് ഒരു സ്ട്രാറ്റജി എടുക്കും, ഒരാഴ്ച നോക്കും, വർക്കായില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി എടുക്കും, പിന്നെ ഒരാഴ്ച നോക്കും, അത് വർക്കായില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി എടുക്കും. അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുക, അതിൽ വർക്കൗട്ട് ചെയ്യുക. മിനിമം ഒരു 6 months അല്ലെങ്കിൽ ഒരു 50 trades എങ്കിലും ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്കത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ചേഞ്ച് ചെയ്ത് നോക്കുക. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ സ്ട്രാറ്റജിയിലേക്ക് പോവുക. ഒരിക്കലും ഒരു 4-5 ഇൻഡിക്കേറ്റർ വെച്ചുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് ഒരേ സമയം നോക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ട്. ബിഗിനറല്ല, അപ്പോൾ ആരായാലും ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് ഒരു സമയം നോക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സൊന്നും നിങ്ങൾക്ക് സിഗ്നൽ തരണ്ട. ജസ്റ്റ് ഒരു 2 ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ചിലപ്പം സിഗ്നൽ തരത്തില്ല, നോക്കാൻ ഭയങ്കര പാടായിരിക്കും, ഫുള്ളി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ജസ്റ്റ് ഒരു 2 ഇൻഡിക്കേറ്റേഴ്സ്, ഏതെങ്കിലും ഒരു 2 ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുക, അതിൽ ട്രേഡ് ചെയ്യുക. ഇനി ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോക്ക് സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല ഡൗട്ടുകളുണ്ട്. സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനിഷ്യൽ ഒരു 5 സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. നിഫ്റ്റി 50-ലുള്ള 5 സ്റ്റോക്സ് സെലക്ട് ചെയ്യുക. കാരണം ഹൈ വോളിയുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോക്സിൽ നിങ്ങളുടെ ഏതാണോ സ്ട്രാറ്റജി അത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്നൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു 5 സ്റ്റോക്കിൽ തന്നെ ഡെയിലി ട്രേഡ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ 10-30 സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ട്രേഡ് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 30 സ്റ്റോക്കൊക്കെ നമുക്ക് അറ്റ് എ ടൈം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത്രയും സ്റ്റോക്ക് ഫോളോ ചെയ്യുമെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 4-5 സ്റ്റോക്ക് അല്ലെങ്കിൽ 2 സ്റ്റോക്ക് ആയാലും മതി, അത്ര ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഏകദേശം ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു വീഡിയോസ്. അപ്പം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ രൂപത്തിൽ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുവരെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എന്ത് ടൈപ്പാണ് വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.